ഈ പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചല്ലോ. അപ്പൊ ഇതിന് പിന്നാലെ കുടുംബം പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഗൂഢാലോചനയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. ഗൂഢാലോചന നടത്തിയവർ പുറത്തുണ്ടെന്നും കൃത്യത്തിന് കൂട്ടുനിന്ന ഒരാളെയും വെറുതെ വിടില്ല എന്നും സത്യനാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതികരണം: ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് മാത്രമേ ശിക്ഷ കിട്ടിയിട്ടുള്ളൂ. ഈ ഗൂഢാലോചന പങ്കെടുത്തവരെ അവരെല്ലാം വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്പീൽ പോവും. അതിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇവിടെ ഗൂഢാലോചന ചെയ്ത ഈ പ്രതികളാവാത്ത 3-4 പേരുണ്ട്, അവർക്കെതിരെ തുടരന്വേഷണം. അങ്ങനെ ഇത്രയാണ് നമുക്ക് പരിപാടിയുള്ളത്. ഈ ഇത്രയും ക്രൂരമായ ഇത് എടുത്ത ഒരുത്തനെയും വെറുതെ വിടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് നമ്മൾക്കുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മുമ്പോട്ടുണ്ടാവും. രതീഷ് വാസുവിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ കൂട്ടപ്പരോൾ അനുവദിച്ച തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ശരത്ലാലിന്റെ അച്ഛൻ പ്രതികരണം നടത്തിയിരുന്നു. കുടുംബത്തിന്റെ ആശങ്കയടക്കം അവർ നമ്മളോട് തന്നെ രേഖപ്പെടുത്തിയതാണ്. അത് കൂടുതൽ സ്ട്രോങ് ആയി പറയുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയിലേക്ക് പരാതിയും എത്തുകയാണ്. ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും നേരത്തെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഈ കൂട്ടപ്പരോള് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കാരണം അത് ആ പ്രദേശത്ത് തന്നെ വലിയ അസ്വാഭാവികതയും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നുവെന്ന് ഇന്നലെ ശരത്ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ നമ്മളോട് പറയുകയുണ്ടായി. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് പോകുന്നു. അതായത് നേരത്തെ 10 പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. ആ പ്രതികൾക്ക് ഉൾപ്പെടെ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ള നടപടി നടക്കും. അതുമാത്രവുമല്ല, ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റു ചിലർ പുറത്തു നിൽക്കുന്നുണ്ട്. ഈ കേസിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട്. അവരെ കൂടി കേസിൽ ചേർക്കേണ്ടതുണ്ട്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ ഈ കേസിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തും. സ്വാഭാവികമായിട്ടും LDF ഗവൺമെൻറ് ആയതുകൊണ്ട് അത്തരം പ്രതികളെ സഹായിക്കുന്ന നിലപാടുണ്ടായിരുന്നു. പക്ഷേ UDF ഗവൺമെൻറ് വന്നപ്പോൾ അത് അത്തരത്തിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയും നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരത്തിൽ തങ്ങളുടെ ആശങ്ക അറിയിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ട്. അവരെ കേസിൽ പെട്ടിട്ടില്ല. മാത്രവുമല്ല, മറ്റു ചിലർ ജാമ്യത്തിലിറങ്ങിയിട്ടുണ്ട്. അവർക്കുൾപ്പെടെ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവും. എന്തായാലും ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന നിലവിലേക്ക് UDF ഗവൺമെൻറ് സഹായത്തോടെ മുന്നോട്ട് പോകും. നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയം ബോധ്യപ്പെടുത്തും. ഇതിൻ്റെ നടപടികളുമായി പുനരന്വേഷണം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുന്നതാണ് ശരത്ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ പറയുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ ചർച്ചയും വിവാദമാണ് വരും ദിവസങ്ങളിൽ ഇതൊക്കെ ഉണ്ടാക്കുക എന്നതാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിൻ്റെയും തീരുമാനം.